ഹലോ മക്കളെ, അപ്പോൾ നിങ്ങളെല്ലാവരും ക്ലാസ് 11 CBSEയുടെ എക്സാം അടുപ്പിച്ച് നിങ്ങൾ അതിൻ്റെ ടെൻഷനായിട്ടൊക്കെ ഇരിക്കുവാണ്. അപ്പോൾ ക്ലാസ് 11 CBSE നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുമ്പോൾ ഇനി അത് +2 എങ്ങനെയാണ് ഉപകാരപ്പെടുന്നതെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ക്ലാസ് 11 CBSE കമ്പ്യൂട്ടർ സയൻസിനകത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ള ചാപ്റ്റേഴ്സുകൾ, നിങ്ങൾക്ക് ഫസ്റ്റ് ചാപ്റ്റർ നമുക്കെന്താണ് ഈ കമ്പ്യൂട്ടറിൻ്റെ കമ്പോണൻസുകൾ പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ്. അത് സെക്കൻഡ് ഇയർ വലിയ ആവശ്യമൊന്നുമില്ല. സെക്കൻഡ് ചാപ്റ്റർ ഡേറ്റ റെപ്രസെൻറ്റേഷൻ ബൂളിയൻ ആൾജിബ്ര ചാപ്റ്ററാണ്. കുറേ നമ്പർ റെപ്രസെൻറ്റേഷനും ബൂളിയൻ ആൾജിബ്രയും പറയുന്ന ഒരു കോൺസെപ്റ്റ് വരുന്ന ചാപ്റ്ററാണ്. അപ്പോൾ അത് സെക്കൻഡ് ഇയറിൽ അങ്ങനെ ആവശ്യമായിട്ട് വരുന്നില്ല. പക്ഷേ ഇനി അടുത്ത തേർഡ് ചാപ്റ്റർ പോലെയാണ് സെക്കൻഡ് ഇയറിൽ വരാൻ പോകുന്ന ചാപ്റ്റേഴ്സ് എന്ന് പറയാൻ പൈത്തൺ ഫണ്ടമെന്റൽസ് മുതൽ ട്യൂപ്പിൾസ് ആൻഡ് ഡിക്ഷണറി, ദെൻ പിന്നെ മൊഡ്യൂൾസ് വരെ, ഇൻട്രൊഡക്ഷൻ ടു മൊഡ്യൂൾസ് വരെയാണെങ്കിൽ സെക്കൻഡ് ഇയറിൽ നമുക്കൊരു ഫസ്റ്റ് ചാപ്റ്റർ വരുന്നുണ്ട്, റിവ്യൂ ഓഫ് പൈത്തൺ ബേസിക്സ്. ആ റിവ്യൂ ഓഫ് പൈത്തൺ ബേസിക്സ് എന്ന് പറഞ്ഞാൽ അവിടെ ടെക്സ്റ്റ് ബുക്കിൽ ആകെ പറയുന്ന ഒരു അല്ലെങ്കിൽ സിലബസിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് ഇയറിലെ കണ്ടൻസുകളെ വീണ്ടും എടുത്ത് റെഫർ ചെയ്യുക എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഇയറിനകത്തുള്ള നമ്മുടെ പൈത്തൺ ഫണ്ടമെന്റൽസ് മുതൽ ടോക്കൺസ്, ദെൻ പിന്നെയാണെങ്കിൽ ഐഡന്റിഫയേഴ്സ്, ദെൻ കീവേഡ്സ്, ദെൻ ആ ബേസിക് ഐഡിയാസ് മുതൽ ദെൻ പ്രോഗ്രാമിങ്, നമ്മുടെ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ്, നമ്മുടെ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ്, കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ്, ദെൻ പിന്നെ ടുപ്പിൾസ്, ഡിക്ഷണറീസ്, ലിസ്റ്റ്, അങ്ങനെയുള്ള കംപ്ലീറ്റ് കോൺസെപ്റ്റുകളൊക്കെ ആണെങ്കിൽ സെക്കൻഡ് ഇയറിൽ വീണ്ടും ഒന്ന് റിവൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏകദേശം എന്താണ് നമ്മുടെ ഫൈനൽ എക്സാമിന് ഈ പറഞ്ഞ +1 CBSEയിലാണെങ്കിൽ പബ്ലിക് എക്സാം വരുന്നില്ല, പക്ഷേ +2 CBSE ആണെങ്കിൽ പബ്ലിക് എക്സാം വരുന്നുണ്ട്. പബ്ലിക് എക്സാമിന് ഏകദേശം നമുക്ക് 20 മാർക്കിന് അടുത്താണെങ്കിൽ ആ ചാപ്റ്ററിന് ചോദിക്കുന്നുണ്ട്, റിവ്യൂ ഓഫ് പൈത്തൺ ബേസിക്സ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത്രയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് ഫസ്റ്റ് ഇയറിലെ പൈത്തൺ പ്രോഗ്രാമിങ്ങിന്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ 11 CBSE കമ്പ്യൂട്ടർ സയൻസിൽ പഠിക്കുന്ന ടോപ്പിക്കുകൾ ഒരിക്കലും നിങ്ങൾക്ക് 12 CBSEയിൽ ഉപകാരപ്പെടാതിരിക്കുന്നില്ല, വളരെ യൂസ്ഫുൾ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ +1 CBSEയിലുള്ള ഈ പൈത്തൺ പ്രോഗ്രാമിംഗ് ചാപ്റ്റേഴ്സുകളൊക്കെ വളരെ കോൺസെൻട്രേറ്റ് ആയിട്ട് പഠിക്കുക. അത് നിങ്ങൾക്ക് നാളെ യൂസ്ഫുൾ ആയിട്ട് വരത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് സിസ്റ്റമാറ്റിക്കുള്ളൊരു പഠനം ആവശ്യമാണ്. അപ്പോൾ നിങ്ങളുടെ 11 CBSEയുടെ എക്സാം കഴിയുന്നതോട് കൂടി തന്നെയാണെങ്കിൽ ഇനി അടുത്തൊരു വെക്കേഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു, നമ്മുടെ സൈലത്തിന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. സോ മക്കളെല്ലാവരും ആ ഒരു വെക്കേഷൻ ബാച്ചിൽ എന്താണോ ഡീറ്റെയിൽസ് പറയുന്നത്, അപ്പോൾ സൈലത്തിനോടൊപ്പം തന്നെ നിങ്ങൾ ബേസ് ലെവൽ മുതൽ അഡ്വാൻസ് ലെവൽ വരെ കാര്യങ്ങൾ പഠിക്കുക. കാരണം നിങ്ങൾ ഈ 11 CBSEയിൽ നിങ്ങൾ ബേസ് കാര്യങ്ങൾ മാത്രമേ പൈത്തണിൽ പഠിക്കുന്നുള്ളൂ. ദെൻ പിന്നെ ഫംഗ്ഷൻ്റെ കൂടുതൽ കോൺസെപ്റ്റ് പഠിക്കുന്നുണ്ട്, ഡാറ്റ ഫയൽ ഹാൻഡ്ലിംഗ് പഠിക്കുന്നുണ്ട്, ഡാറ്റ സ്ട്രക്ചർ പഠിക്കുന്നുണ്ട്, നെറ്റ്വർക്ക് പഠിക്കുന്നുണ്ട്, നെറ്റ്വർക്കിൻ്റെ നല്ല അടിപൊളി കോൺസെപ്റ്റ്, ടഫ് കോൺസെപ്റ്റുകളെല്ലാം പഠിക്കുന്നുണ്ട്, ദെൻ SQL പഠിക്കുന്നുണ്ട്, ദെൻ പിന്നെ ഇൻ്റർഫേസ് പൈത്തൺ വിത്ത് SQL. അഥവാ ഒരു കംപ്ലീറ്റ് എങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ 11 CBSE 12 CBSE കൊണ്ട് പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സിസ്റ്റമാറ്റിക്കുള്ള പഠനം നിങ്ങൾക്ക് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ സൈലത്തിനൊപ്പം നിൽക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.